ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ബാറ്റർ നല്ല കട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കലക്കിയെടുക്കുക കേട്ടോ. നോക്കിയിട്ട് വീണ്ടും വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു ദോശയുടെ ആ ഒരു പരുവത്തിലൊക്കെ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ദോശയ്ക്ക് നല്ലൊരു കളറും ഫോട്ടോക്ക് നല്ലൊരു ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ടേസ്റ്റിനൊരു വ്യത്യാസവും വരുമൊന്നുമില്ല. അപ്പോൾ ദാ മഞ്ഞൾപ്പൊടി നുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കൊന്നും വേണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഫോട്ടോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടി ചേർത്തതാണ്. അപ്പോൾ ദാ നമ്മുടെ മാവ് ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ പാന് നന്നായിട്ട് ചൂടാകുമ്പോൾ ദോശ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് ഒരു 1.25 തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടിയായിട്ട് അങ്ങോട്ട് പരത്തണ്ട, കട്ടിയില്ലാണ്ട് വേണം നമ്മൾ ഇത് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ, അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട, നമുക്ക് ചായയുടെ കൂടെ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 വശം നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കറി ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ആദ്യമൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ദോശ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല, അതിങ്ങനെ മുറിഞ്ഞ് പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരിപ്പൊടി അതുപോലെ തന്നെ അരിമാവൊന്നും ഇല്ലാത്ത സമയത്ത് മൈദാമാവ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ മൈദയിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശക്ക്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കിത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.